രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ നിർണായക യോഗം തിരുവനന്തപുരത്ത് പണക്കാട് സാദിഖ് അലി തങ്ങളുടെ നേതൃത്വത്തിലാണ് യോഗം. വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേർന്നു. പ്രതീഷ്, ചില നേതാക്കൾക്ക് അതൃപ്തിയൊക്കെ ഉണ്ട് എന്നറിഞ്ഞിരുന്നു. എങ്കിലും അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, തിരുവനന്തപുരത്തെ പ്രമുഖ ലീഗ് മുഖം, അവിടുത്തെ അഭിഭാഷക മുഖം, ഹാരിസ് ബീരാന്റെ പേര് തന്നെ പ്രഖ്യാപിക്കാനല്ലേ സാധ്യത? പ്രതീഷ്. ഹാഷ്മി, തീർച്ചയായും അല്പസമയം മുമ്പാണ് നിർണായകമായ ലീഗ് യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചത്. പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യോഗം പുരോഗമിക്കുന്നത്. ഈ യോഗശേഷം മാധ്യമങ്ങളെ കണ്ട നേതാക്കൾ ഈ രാജ്യസഭാ സ്ഥാനാർത്ഥി ആര് എന്ന് പ്രഖ്യാപിക്കും. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ പേര് തന്നെയാണ് നിലവിൽ പരിഗണനയിൽ ഉള്ളത്. സുപ്രീം കോടതി അഭിഭാഷകരാണ്. KMCC ഡൽഹി കേരള ഘടകത്തിന്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേരുകളാണ് നിലവിൽ സജീവ പരിഗണനയിലുള്ളത്. ഇതിനു പുറമെ TMA സലാം, PK ഫിറോസിന്റെയും പേരുകൾ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇന്ന് ചേർന്ന നേതൃയോഗത്തിലായിരിക്കും മുതിർന്ന നേതാക്കളുടെ നിലപാടായിരിക്കും ഇതിൽ ഏറെ നിർണായകമാകുന്നത്. നേരത്തെ തന്നെ ഈ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ പേര് സജീവ പരിഗണനയിൽ വന്നതിന് പിന്നാലെ ഈ ഒരു വിഭാഗം അല്ലെങ്കിൽ ചില നേതാക്കൾ അതൃപ്തി അറിയിച്ചിരുന്നു. ഇക്കാര്യം കൂടി ഇന്ന് ചേരുന്ന ഈ യോഗത്തിൽ അറിയിക്കും. ഇതിനുശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം വരുന്നത്. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് 3-ാം സീറ്റ് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് UDF ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുകയും ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാമെന്ന ഒരു ധാരണയുണ്ടാകുകയും ചെയ്തത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകുന്നതും. അല്പസമയത്തിനകം അതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. ഇതോടുകൂടി തന്നെ ലീഗിന് നിലവിൽ രാജ്യസഭയിൽ 2 അംഗങ്ങളാകും. ലോക്സഭയിലെ 3 അംഗങ്ങളും കൂടി ചേർത്ത് പാർലമെന്റിൽ ഇതോടുകൂടി തന്നെ ലീഗിന്റെ പ്രാതിനിധ്യം 5 മാറും. ഹാഷ്മി. ഓക്കെ, എം ജി പ്രതീഷാണ്. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ പേരാണ് ലീഗ് രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് തന്നെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കപ്പെടും എന്നാണ് കരുതപ്പെടുന്നതും. എന്താണ്, കുവൈറ്റിൽ 56 ഡിഗ്രി ചൂടാണ്. മൊബൈൽ ഫോണിൽ പോലും ഹീറ്റ് വാണിംഗ് കാണിക്കുന്നു എന്ന് ടിജി തോമസ് പറയുന്നു. അപ്പോൾ ഗൾഫിൽ ചൂട്, ഇവിടെ പെരുമഴ. വടകര നല്ല മഴയുണ്ടെന്ന് സനോജ് വടകര പറയുന്നു. അപ്പോൾ എനിക്കൊന്ന് കേരളത്തിലെ പല ഭാഗങ്ങളും, വയനാട് പുൽപ്പള്ളി നല്ല മഴ ഉണ്ടെന്ന് പറയുന്നു. പാലക്കാട് നല്ല വെയിലാണെന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിൽ കാലവർഷത്തിന് സമയമാണ്, നല്ല മഴ ഉണ്ട്. പ്രേക്ഷകർ ജാഗ്രതയോടെ ഇരിക്കുക.